നവീൻ ചന്ദ്ര ആൻഡ് ത്രില്ലേഴ്സ്. സോ ഇതിലും മികച്ചൊരു കോംബോ ഇപ്പൊ കാണാൻ കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന ടോപ്പിക്. സോ നവീൻ ചന്ദ്രയുടെ അടുത്തൊരു ത്രില്ലർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് 11 ബ്ലൈൻഡ് സ്പോട്ടോ അല്ല, ഷോർട്ട് ടൈം എന്നാണ് സിനിമയുടെ പേര്. സൺ നെക്സ്റ്റും ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആ. ബേസിക്കലി ഒരു തെലുങ്ക് പടമാണ്. സോ ഈ സിനിമയുടെ ജോണർ വന്നിട്ട് ക്രൈം ഡ്രാമ ത്രില്ലർ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇരുന്ന് കണ്ടത്. ബേസിക്കലി നവീൻ ചന്ദ്രയുടെ ത്രില്ലേഴ്സ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരിക്കും. ആൻഡ് ദിസ് ടൈം നവീൻ ചന്ദ്ര ഡിസപ്പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഇമോഷണൽ സീൻസും അതേപോലത്തെ ഫാമിലി തമ്മിലുള്ള ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ലതായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പടം ത്രില്ലർ പറഞ്ഞ സാധനത്തിലോട്ട് മാറുന്നത്. ആകെ 108 മിനിറ്റുള്ള ഒരു പടമാണ്. അതിൽ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പടം വേഗം ത്രില്ലറിലോട്ട് തന്നെ ഷിഫ്റ്റ് ആവുന്നത്. പിന്നീട് അവിടുന്ന് ത്രില്ലിംഗ് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചപ്പോ അവര് നേരെ കൊണ്ടുപോയിട്ട് ഇത് കോമഡി ആക്കുക ചെയ്ത്. അതൊന്നും അൺഅക്സെപ്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇവര് ജോണർ വന്നിട്ട് ത്രില്ലർ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ഇതില് കഥയും പ്ലോട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ആകെ 100 മിനിറ്റുള്ള പടം. അതിന്റെ പ്ലോട്ട് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണാനുണ്ടാവില്ല. സോ മെയിൽ ഈഗോ ക്ലാഷ് ആണ് ഈ സിനിമയുടെ ആദ്യം കാണിക്കുന്നത്. അതായത് ചിലവരുണ്ടാവും, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള റാങ്കിൽ ഇരിക്കുന്നവരെ എല്ലാവരും മുമ്പിലും വെച്ച് എന്തെങ്കിലും പറഞ്ഞ നാണം കെടുത്തി വിട്ടുവെച്ചാൽ അവര് റിവെഞ്ച് എടുക്കാൻ വരും. സോ പിന്നെ നടക്കുന്ന ഇൻസിഡൻസും കാര്യങ്ങളൊക്കെയാണ്. അത് ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇതിലും നല്ലൊരു ത്രില്ലർ ആയിരിക്കുന്ന പ്രതീക്ഷിച്ചത്. പക്ഷെ ത്രില്ലിംഗ് എലമെന്റ്സ് ഒന്നുമില്ല. ഇവൻ പെർഫോം ചെയ്യാൻ പോലും ആർക്കും ഒന്നുമില്ല. ഇതിൽ ആകെ നന്നായി പെർഫോം ചെയ്ത് നവീൻ ചന്ദ്രയുടെ മകളായിട്ടൊരു കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി ഒന്നുമില്ല ഈ പടത്തിൽ. കുറെ കോമാളിത്തരം, ടുവേർഡ്സ് എൻഡൊക്കെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിൽ പടം ഒന്ന് സീരിയസ് ലെവലിലോട്ട് വരുമ്പോൾ അവരവിടെ എന്തെങ്കിലും കോമാളിത്തരം കുത്തിക്കയറ്റും. പിന്നെ നേരെ പടത്തിന്റെ ജോണറെ ഷിഫ്റ്റ് ആവും. പിന്നെ വീണ്ടും ഒന്ന് സീരിയസിലോട്ട് വരുമ്പോൾ വീണ്ടും കുറച്ച് കോമാളിത്തരം കാണിക്കും. അതൊക്കെ ഒരു എന്തോ ഒരു ടൈപ്പ് പടം. എനിക്ക് ഒട്ടും ഇഷ്ടമായി. ഇതിലും കിടിലം പടമാണ് ഇങ്ങനെ 28 ഡിഗ്രി സെൽഷ്യസ്. 28 ഡിഗ്രി സെൽഷ്യസും ഏകദേശം 108 മിനിറ്റിന്റെ പടം തന്നെയാണ്. അതിലും ഒരു 3/4 മണിക്കൂർ സെക്കൻഡ് ഹാഫിലാണ് പടം ഒന്ന് ത്രില്ലർ മോഡിലോട്ട് പോകുന്നത്. ഫസ്റ്റ് ഒക്കെ റൊമാൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകണ്ട. പക്ഷെ ആ സെക്കൻഡ് ഹാഫിൽ ത്രില്ലർ അത്യാവശ്യം ക്രിസ്പ് ആയിരുന്നു, അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് ആവറേജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പടമായിരുന്നു 28 ഡിഗ്രി സെൽഷ്യസ്. ഇതിലെ ഒരു ത്രില്ലിംഗ് എലമെന്റ്സും ഇല്ല, ഒരു തേങ്ങയില്ല. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി വർക്കാവാത്ത പടമാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. സൺ നെക്സ്റ്റും അതേപോലെ തന്നെ ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെ കണ്ടുനോക്കുക.